ഏരൂർ ആർച്ചൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ കർഷകർക്കുള്ള ഈ വർഷത്തെ ബോണസ് വിതരണം നടന്നു. സംഘം പ്രസിഡന്റ് അനിമോന്റെ അധ്യക്ഷതയിൽ പുനലൂർ എംഎൽഎ PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ക്ഷീരകർഷകർ ഈ മേഖലയിൽ തുടരുന്നതെന്നും കാലിത്തീറ്റയുടെയും മരുന്നുകളുടെയും അമിതമായ വിലവർധന കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും PS സുബാൽ പറഞ്ഞു. ആർച്ചൽ കേന്ദ്രമാക്കി ഒരു ക്ഷീരസംഘത്തിന്റെ പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. അതിന് ശ്രീ രവികുമാർ ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് നേതൃത്വം നൽകിയത് എന്നുള്ളത് നമുക്കേവർക്കും അറിയാം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴായി തടസ്സപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തന കേന്ദ്രം മാറ്റിയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ K. രാജു സാർ മുൻകൈയെടുത്ത് ശ്രീ അനിമോനുമെല്ലാം പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്തുകൊണ്ട് ആർച്ചൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ക്ഷീരസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കർഷകർക്ക് സഹായകരമായ നിലയിൽ പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഏതാണ്ട് 91ഓളം കർഷകരും ദിവസം 700 ലിറ്റർ പാൽ അളക്കുന്ന സംഘമായി ആർച്ചൽ ക്ഷീരോത്പാദക സഹകരണ സംഘം നമ്മുടെ ബ്ലോക്കിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷീര സംഘമായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏരൂർ ക്ഷീരോത്പാദക സംഘത്തിൻ്റെ ബോണസ് വിതരണ ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. നമ്മുടെ ഈ ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള, ഏറ്റവും കൂടുതൽ പാലളക്കുന്ന സംഘം എന്ന് പറയുന്നത് ഏരൂർ സംഘം. അവിടെ ഏതാണ്ട് 2000-ലധികം ലിറ്ററാണ് ഒരു ദിവസം അളക്കുന്നത്. 230-ലധികം കർഷകരാണ് ഒരു ദിവസം പാലവിടെ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖല കുറച്ചുകൂടി വിപുലമാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘമായി പ്രവർത്തിക്കുകയാണ്. അതുപോലൊരു സംഘമായി പ്രവർത്തനം ക്രമേണ മെച്ചപ്പെടുത്തി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംഘമായി നമ്മുടെ ആർച്ചൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുക. കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കർഷകരുടെയും ക്ഷീരസംഘം ഭാരവാഹികളുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷീരസംഘങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. അജയൻ, ഡോൺ വി രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ. ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി. ഇപ്പോഴും സ്വന്തമായൊരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം? അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിലിതാ 31 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് 31 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ, ബാങ്ക് ലോൺ, പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.